പുഴമണൽ എന്ന പേരിൽ വ്യാജൻ. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ കാണുന്നതെല്ലാം ആറ്റുമണലല്ല. ആറ്റുമണൽ വിൽപ്പനയ്ക്ക് എന്ന ബോർഡുകൾ നാട്ടിൽ പലയിടത്തും കാണാം. മണൽവാരൽ നിയമപരമായി നിലവിലില്ലാത്ത നാട്ടിൽ വിൽക്കാൻ മാത്രം ഈ വസ്തു എവിടെ നിന്നെന്നാണ് ചോദ്യം. പലയിടത്തും രഹസ്യമായും ചിലയിടത്തൊക്കെ പരസ്യമായും ഈ പരസ്യവാചകത്തോടെയാണ് വിൽപ്പന നടത്തുന്നത്. കെട്ടിട നിർമ്മാണ മേഖലയിൽ സാങ്കേതികമായി അഗ്രിഗേറ്റ്സ് എന്ന് വിളിക്കുന്ന ഫൈൻ അഗ്രിഗേറ്റ്സിനാണ് വ്യാജൻ ഉണ്ടായിരിക്കുന്നത്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം നിർമ്മാണ മേഖലയിൽ മണൽ എന്നാൽ പുഴമണൽ മാത്രമാണ്. കാലങ്ങളെടുത്താണ് പുഴമണൽ രൂപപ്പെടുന്നത്. നമ്മുടെ മലനിരകളിലെ വെള്ള നിറമുള്ള പാറകൾ, വെള്ളാരം കല്ലുകൾ എന്നിവ വെള്ളത്തിന്റെ ഒഴുക്കും അതിലൂടെ ഒഴുകി വരുന്ന പാറക്കല്ലുകളുടെ ഉരസലും മൂലം പൊടിഞ്ഞു ഒഴുകിയിറങ്ങി പുഴയിലൂടെ യാത്ര തുടർന്ന് വിവിധ തരത്തിലുള്ള വലിപ്പങ്ങളുള്ള മണലായി പുഴയുടെ ഏതാണ്ട് ചെരിവ് കുറഞ്ഞ ഇടങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നതാണ് പുഴമണലായി വാരിയെടുക്കാറുള്ളത്. ഈ രീതികൾക്ക് കടുപ്പം വളരെയധികമായിരിക്കും. സ്ലിറ്റ് തീരെ ഉണ്ടാകില്ല. കേരളത്തിൽ പുഴമണലിന് ഏറ്റവും പ്രസിദ്ധം ഭാരതപ്പുഴ തന്നെയാണ്. പ്രത്യേകിച്ച് കുറ്റിപ്പുറം മുതൽ മലമ്പുഴ ഡാം വരെയുള്ള ഭാരതപ്പുഴയുടെ പടിഞ്ഞാറേ അറ്റവും കൂടാതെ തെക്കൻ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും വിവിധ ഇടങ്ങളിലും മണൽ ലഭ്യമാകുമെങ്കിലും ഗുണമേന്മയിൽ വ്യത്യാസമാണ്. എന്നാൽ പാറ പൊടിച്ചുണ്ടാക്കുന്ന മണൽ കഴുകിയോ അല്ലെങ്കിൽ വലിയ സമ്മർദ്ദത്തിൽ കാറ്റ് കടത്തിവിട്ട് പൊടി മാറ്റിയാണ് നിർമ്മിക്കുന്നതെന്ന് പറയുന്നതെങ്കിലും പലപ്പോഴും ഡിമാൻഡ് കൂടുമ്പോൾ ക്രഷറിൽ പൊടിച്ചെടുക്കുന്ന മണലിൽ വെള്ളമൊഴിച്ച് നനച്ച് നേരെ ട്രക്കിൽ കയറ്റി നിർമ്മാണ സ്ഥലങ്ങളിലേക്ക് അയക്കുകയാണ് പതിവ്. ഈ കറുത്ത മണലിനോടുള്ള ആളുകളുടേതായ താല്പര്യക്കുറവ് മുതലെടുത്ത് പുഴമണൽ എന്ന പേരിൽ വെറും ബലം കുറഞ്ഞ വെള്ളക്കല്ല് പൊടിച്ച് മണൽ എന്ന പേരിൽ മാർക്കറ്റിലെത്തുന്നതും. സിമന്റുമായി ഒരു തരത്തിലും യോജിക്കാത്ത വെറും പൊടി മാത്രമാണ് ഈ വ്യാജമണലിലെ 70%. ഇവയൊക്കെ ജാഗ്രതയോടെ വേണം കൈകാര്യം ചെയ്യാൻ. 2010 മുതലാണ് മട്ടിമണൽ എന്ന പേരിൽ വ്യാജമണൽ കേരളത്തിൽ പലയിടത്തും ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയത്. എംസാൻഡ് എന്നത് പാറമണലിന്റെ പേരല്ല എന്ന് ഓർക്കുക. കേരളത്തിലെ പ്രമുഖ ക്വാറി വ്യവസായ സ്ഥാപനം രജിസ്റ്റർ ചെയ്ത ട്രേഡ് മാർക്കാണ് എംസാൻഡ്. എന്നാൽ ഈ പേര് വാണിജ്യ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് അനുവദനീയമല്ല.